ചാനൽ വെച്ചാൽ സീരിയൽ മാത്രമേ ഉള്ളൂ. പണ്ടൊക്കെ സൂര്യ ടി വയ്യ സാർ ഇതെന്ത് ഭംഗി നമ്മളെ സച്ചിയെ കാണാൻ. എന്തോന്നടി നമ്മളെ സീരിയലിലെ ചെമ്പനീർ പോവ സീരിയലിലെ സച്ചിയെ കുറിച്ച് പറയണ ഏറ്റവും എന്ത് ഭംഗി. ഈ സീരിയലിലുള്ള ചങ്ങായിമാർക്ക് നട്ടലില്ല, ഗ്ലാമർ മാത്രമേ ഉള്ളൂ. ആര് പറഞ്ഞേ ഗ്ലാമർ ഇല്ല നട്ടല് മാത്രമേ അല്ല സോറി നട്ടലില്ല ഗ്ലാമർ മാത്രമേ ഉള്ളൂ പറയാൻ തന്നെ കിട്ടുന്നില്ല. മാറിപ്പോയി ചെറുതായിട്ട്. പറ എടാ എല്ലാ സീരിയലും അങ്ങനെ തന്നെയല്ലേ ഉള്ളത്? ഏത് സീരിയലില് അങ്ങനെ തന്നെ? ഏത് സീരിയൽ ഇല്ലാത്തത്? ഇപ്പൊ നിങ്ങൾ ഇപ്പൊ പണ്ടത്തെ സീരിയൽ എടുക്കുകയാണെങ്കിൽ ചന്ദനമഴ, ഇപ്പത്തെ സീരിയൽ എടുക്കുകയാണെങ്കിൽ ചന്ദമാമ സീരിയൽ, നമ്മളെ പിങ്കിയെ തൊട്ട് കളിച്ചാണ്ടല്ല ഇവിടെ കഥാപാത്രമാണെന്ന് തോന്നുന്നു. എല്ലാ വില്ലന്മാരെയും അല്ലെങ്കിൽ നട്ടിലില്ലാത്ത ആൺപിള്ളേരും അല്ല ഇപ്പൊ കൊള്ളം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഇപ്പൊ നീ പോയി കല്യാണം കഴിക്കട്ടെ അവന്മാരൊക്കെ. പിന്നെ എന്റെ അവർക്ക് താല്പര്യമില്ല ഇല്ല എന്തില്ലാത്തോണ്ട്. ഒന്നാതെ അവന് 2 ഭാര്യമാരുണ്ട്, ഇനി ഞാനും കൂടി കെട്ടി മൂന്നാമതാവാനാ. കഷ്ടം തന്നെ. അമ്മ പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ മറ്റു സ്വന്തം ഭാര്യ മരിച്ചു എന്നൊക്കെ പറഞ്ഞ വിധി എഴുതിട്ട് അടുത്ത കെട്ടാൻ നിൽക്കുന്ന ഭർത്താവിന്റെ. ഇപ്പൊ എല്ലാം പറയണല്ല ഈ നട്ടലില്ലാത്ത ആൺകുട്ടികൾ ഉണ്ടെന്ന്. നട്ടലുള്ളവരെ കുറിച്ച് പറ, എത്ര പേര് നട്ടലുണ്ട്? ആരാണാവോ? നമ്മള് പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ പാറൂട്ടിയമ്മയ്ക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. ബുദ്ധി ഇല്ലാതെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. അത് പ്രേക്ഷകർക്ക് കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലായിക്കാണ് നമ്മളെ ചെമ്പനീർ പൂവിലെ സച്ചിക്ക് നട്ടലില്ലെന്ന് ആരെങ്കിലും പറയോ? സച്ചി ഇങ്ങനെ മുന്നേ വന്ന് നിന്ന് എന്റെ സാറേ എന്റെ അമ്മോ, സച്ചിയുടെ ഓരോ ഡയലോഗ്, സച്ചിയുടെ ഓരോ അഭിനയം നമ്മളിങ്ങനെ കണ്ടു നിന്ന് പോയി. എത്ര ആരാധകരെന്നറിയാമോ സച്ചിക്കുള്ളത്? 100-1 ശരിയായിട്ട് കാര്യമില്ല. സീരിയലാവുമ്പോ എല്ലാം ഒരേ ഇതില് പോണം, മനസ്സിലായോ? ഇത് എന്തോന്നത് വാലും തലയും ഇല്ലാണ്ട് അമ്മ പറയുന്ന എന്താണോ എല്ലാം കിട്ടും. അപ്പൊ അത്തരമാറ്റിലൊക്കെ കാണണം. ആ നയനേനൊക്കെ എന്തോരാണ് അത് പണ്ട് ഓർമ്മല്ലേ? ഇപ്പൊ നയനെ ബുദ്ധിമുട്ടിച്ചുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയനയുടെ ഭാഗത്ത് ചെറിയൊരു തെറ്റുണ്ട്. അവരുടെ കുടുംബത്തിൽ തെറ്റായി. ആണുങ്ങൾ തെറ്റ് ചെയ്താൽ ഒരു പ്രശ്നവും. ആണുങ്ങൾ തെറ്റ് ചെയ്തുകൊണ്ടാണല്ലോ ഇപ്പൊ നയനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ നയനെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമല്ല, നയനെ സ്നേഹിക്കുന്നുണ്ട്, നയനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നയനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. എന്തുകൊണ്ട് വെറുപ്പ് പിടിച്ചിട്ട് ലാസ്റ്റ് കത്തയക്കാൻ തുടങ്ങിയോണ്ട് പ്രൊഡ്യൂസർ റെഡിയാക്കി. അങ്ങനെയൊന്നും കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല. നയനെ അല്ലെങ്കിലും ചെറിയ ഒരു ഇഷ്ടം ആദർശനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അനന്തപുരി തറവാട്ടിലുള്ള എല്ലാവർക്കും അങ്ങനെ തന്നെ ഈ സത്യത്തിന്റെ കൂടെ അവരെപ്പോഴും നിൽക്കത്തില്ല. മഴയത്ത് വരെ നിർത്തിപ്പാനി പിടിപ്പിച്ച ആൾക്കാരാണ് ഇരിക്കുന്നത്. അതിന് ഇപ്പൊ പരിഹാരം അവര് ചെയ്തല്ലോ. ആദർശന്റെ അച്ഛൻ വന്ന് തന്നെ നയനെ അകത്തുകൊണ്ട് നിർത്തുകയും പിന്നെ ഈ നയനെ പുറത്തിറക്കിയപ്പോ പ്രേമിക്കുന്നുണ്ടല്ലേ അവര് രണ്ടുപേരും? പ്രേമിക്കുന്നുണ്ട്. അമ്മ എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ ആര് പറഞ്ഞു? ഇപ്പൊ ദേവയാനി പോലും നയനെ സ്നേഹിക്കുന്നുണ്ട്, അതറിയാമോ? ഈ പാർവതി സീരിയലിലെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം സീരിയൽ കാണുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടുള്ളൂ. എടോ എല്ലാ സീരിയലും ഇപ്പൊ ഏഷ്യാനിലെ കഥയല്ലേ നീ ഇപ്പൊ പറഞ്ഞത്? സീ കേരളത്തില് ഒരു സീരിയൽ ഉണ്ട്. എന്റെ അമ്മോ, വർഷം കുടുംബശ്രീ ശാരദ എന്ന് പറഞ്ഞിട്ടുള്ള. എന്റെ അമ്മോ, അങ്ങേർക്ക് ഒരു ഭാര്യയുണ്ട്. ആ ഭാര്യക്ക് 2 കുട്ടികൾ വരെ ഉണ്ടായിട്ട് അങ്ങനെ അറിഞ്ഞിട്ടില്ല. 10 മാസം ഉണ്ടായിട്ട് അങ്ങനെ അറിഞ്ഞില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാ അത് എന്തുകൊണ്ടാ? അമ്മ എന്തേലും പറയുമ്പോഴേക്ക് ഭാര്യനെ ഉപേക്ഷിക്കുകയാണ്. എനിക്ക് ഭാര്യയെ ഭയങ്കര ഇഷ്ടമാണ്, ജീവനാണ്. അത് കഥ യാഥാർത്ഥ്യത്തിൽ അങ്ങനെയൊന്നും നടക്കാനൊന്നും പോകുന്നില്ല. കഥയില് എല്ലാരും പഠിക്കുന്നത് ഞാൻ നേരത്തെ തന്നെ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞേക്കാം, ഈ കഥ കണ്ടിട്ടാണ് എല്ലാവരും പഠിക്കുന്നുണ്ടെങ്കിൽ സിനിമയിലും കഥ അവരും ഈ കഥ തന്നെയല്ലോ ഇറക്കുന്നത്. അപ്പൊ സിനിമ കണ്ടിട്ട് എത്രയോ പേര് വഴി തെറ്റുന്നു നമുക്ക് പറഞ്ഞൂടെ? സീരിയൽ കണ്ടിട്ട് മാത്രമേ വഴി തെറ്റുന്നു പറയാൻ പറ്റൂ? 365 ദിവസം ഉണ്ട്. അതിനിപ്പോ ഞങ്ങൾ അപ്പൊ അത് ശനി ഞായറാണോ ഏകദേശം? ശനി ഞായറും ലീവ്, ഓഫീസൊക്കെ ലീവ് ഉള്ള ദിവസം. അതിൽ ആ ദിവസം പോലും സീരിയൽ ആര് പറഞ്ഞു? ഇപ്പൊ വ്യത്യാസം ഉണ്ടല്ലോ. സീരിയലില് നമുക്കിപ്പോ ശനി ഞായറും ആണെങ്കിൽ പോലും ആ സമയത്ത് സിനിമയുണ്ടല്ലോ. ആണുങ്ങൾ സിനിമ കാണാറില്ല. എന്റെ അച്ഛനൊന്നും അമ്മ സമ്മതിക്കുന്ന പോലും. ആര് പറഞ്ഞ്? അയ്യോ സീരിയൽ എന്ന് പറഞ്ഞ കൊല്ല സീരിയലാണ്. അത് തന്നെ. നമ്മള് ഈ സീരിയല് പ്രേമികളെ കുറ്റം പറയാൻ വേണ്ടിട്ട് മാത്രം കച്ചയും കെട്ടി ഇറങ്ങിയിരിക്കുന്ന കുറച്ചു പേരുണ്ടല്ലോ. അതിന്റെ തലപ്പ് തിരിച്ചാൻ കൊള്ളാം. ഒരു കുടുംബത്തിലെ ഒരാണുങ്ങൾക്ക് പോലും സീരിയൽ ഇഷ്ടമല്ല. ആര് പറഞ്ഞ്? ഇപ്പൊ അല്ല നമ്മളിപ്പോ ഞാനിപ്പോ ഒരു കാര്യം പറയട്ടെ. നമ്മൾ നട്ടലില്ലാത്ത ആൺകുട്ടികളെ കുറിച്ചാണ് പറഞ്ഞത്. ഈ നട്ടൽ ഉള്ള ആൺകുട്ടികളുണ്ട്, ഇല്ലാത്ത ആൺകുട്ടികളുണ്ട്, ഇല്ലേ? അതൊന്നും എനിക്ക് അറിയാൻ മേല.
ഏതെങ്കിലും ഒരെണ്ണത്തിൽ കൊണ്ടുവച്ചിട്ട് ആണത്തുള്ള സീരിയൽ ഞങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഓൾമോസ്റ്റ് സീരിയലിലുള്ള ആൾക്കാരെ കണ്ടിട്ട് ഈ വീട്ടിലുള്ളവരൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്, അയ്യേ ഇത് എന്ത് ആണുങ്ങളെ മാനം കളയാൻ വേണ്ടിയിട്ടുള്ള ഏതുണ്ട് നേരത്തെ ഏതുണ്ട് ഇന്റെ പത്തരമാറ്റില് മറ്റേ പണ്ടേ ചന്ദ്രമേട അറിയാലോ, അർജുൻ ദേശായി, ഉർമിള ദേശായി. അയ്യോ അതൊന്നും മാറിയിട്ടേ ഇല്ല. മറ്റേ ചന്ദ്രമാമയിലെ അത് ആ പേര് പോലും പറയാൻ അറിഞ്ഞൂടാ. ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തോന്ന് നമുക്ക് ഇതൊക്കെ അറിയാം. എന്തോന്നറിയാം? അയ്യോ ഇതിനെക്കാട്ടി വലുതായിട്ട് ഇനിയൊന്നും അറിയാനില്ല. ഇതിലുള്ളവരൊക്കെ കാണാം. നിങ്ങൾക്ക് അറിയാലോ, 7 മണി തൊട്ടിട്ട് രാത്രി 10:30 വരെ നിങ്ങൾ സീരിയൽ കാണുന്നവരല്ലേ. അത് മാത്രല്ല ഈ സീരിയലിനുള്ളിൽ തന്നെ ഉണ്ട് ഒരു നാത്തൂനുണ്ടാവും, നാത്തൂനൊരു ഭർത്താവ് ഉണ്ടാവും, സാരിയുടെ തുമ്പം പിടിച്ച് ഇങ്ങനെ പോകുന്നതാണ്. അതില്ലാത്തവരോ അല്പ ഈ നാത്തൂനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം സഹോദരിയെ സ്നേഹിച്ചൂടെന്ന് ആരെങ്കിലും പറയാൻ പറ്റോ? അതാണ് പറഞ്ഞത്. ഉത്തരം പൊട്ടുമ്പം കൊഞ്ഞണം കാണിക്കുക എന്നുള്ളത് പാറുക്കുട്ടിയമ്മയുടെ ഒരു സ്വഭാവം അത് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട് പാറുക്കുട്ടിയമ്മയ്ക്ക് പറ്റുന്നില്ല. പറഞ്ഞാൽ മതി, അല്ലാണ്ട് നിങ്ങള് സീരിയൽ പ്രശ്നമുണ്ടെന്നല്ല, നമ്മളെ പ്രശ്നമാണ്. ഇപ്പം ഈ നമ്മുടെ സീരിയൽ എത്ര പേര് ഇപ്പൊ ഈ സ്ത്രീകൾ ഇപ്പൊ പാറുക്കുട്ടിയമ്മ പറയുന്നത് പുരുഷന്മാർക്ക് ആൺകുട്ടികൾക്ക് സിനിമ കാണാൻ പറ്റുന്നില്ല, ശനി മുതൽ ഞായർ എല്ലാ ദിവസവും സീരിയൽ വെച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഈ സീരിയൽ പകലുണ്ട് എപ്പിസോഡ് അല്ല, സീരിയൽ കാണാൻ വേണ്ടിട്ട് മാത്രം എത്ര പുരുഷന്മാർ കാത്തിരിക്കുന്നു എന്നറിയാം. തെളിവൊന്ന് പുറത്തുവിടാൻ പറ്റും. അവള് അങ്ങനെയുള്ള തെളിവ് പുറത്തുവിടും. ഞാൻ പ്രേക്ഷകരൊന്ന് ആലോചിച്ചു നോക്കെ, പ്രേക്ഷകരുടെ വീട്ടിൽ ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ തന്നെ എത്ര ആൺകുട്ടികള് അല്ലെങ്കിൽ എത്ര പേര് അച്ഛന് അമ്മമാര് പിന്നെ മുത്തശ്ശന്മാരൊക്കെ സീരിയലിന് അടിമയായിട്ടുള്ള എത്ര പേരുണ്ട്. നമുക്ക് അതിന്റെ തെളിവുകൾ മുതൽ വെള്ളി വരെ ആക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതും പറയാം കേട്ടോ. അപ്പൊ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നതെന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ, അതോ പാറുക്കുട്ടിയമ്മ പറയുന്നത് പോലെ ഈ സീരിയല് ആൺകുട്ടികൾ ആരും സീരിയല് കാണാറില്ല, അവർക്ക് സിനിമ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ എല്ലാ ദിവസവും സീരിയല് കണ്ട് അവരെ വെറുപ്പിക്കുവാണ് എന്നാണ് പാറുക്കുട്ടിയമ്മ പറയുന്നത്. പക്ഷെ അതേസമയം ഞാൻ പറയുന്നത് സീരിയല് സ്ത്രീകൾ കാണുന്നത് പോലെ തന്നെ പുരുഷന്മാരും ഒരു വിഭാഗം പുരുഷന്മാരും കാണുന്നുണ്ട്. അത് തെളിവ് ഇത്രത്തോളം പറയാൻ കാരണം നമ്മൾ ഏഷ്യാനെറ്റ് ചാനലില് ഈ ഒരു പ്രൊമോ വരുമ്പോ അതിന്റെ താഴെ വരുന്ന കമന്റ്സ് കാണണം. ഈ എവിടെ ഫേക്ക് അക്കൗണ്ട്? അല്ല ഇപ്പൊ ഈ പറഞ്ഞല്ലോ, ഞാൻ തെളിവ് കൊണ്ടുവന്നിരിക്കും. പാറുക്കുട്ടിയമ്മ പറയുന്നതാണോ ശരി, അതോ ഞാൻ പറയുന്നത് പോലെ സ്ത്രീകളും പുരുഷന്മാരും സീരിയൽ കാണുന്നുണ്ട് എന്ന് ഞാൻ വാദിക്കുന്നുണ്ട്. ഇതില് ചലഞ്ചാണ്. ഇതില് പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അത് മാത്രമല്ല ഞങ്ങളുടെ പ്രോഗ്രാമിനെ കുറിച്ചും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. എന്തായാലും തെളിവുമായിട്ട് ഞാൻ ഉറപ്പായിട്ടും വന്നിരിക്കും. നമുക്ക് ചലഞ്ച് ചെയ്യാം. ചലഞ്ച്